ഇത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാണെന്നറിയാവോ? ഇത് ശരിക്കും ഞാൻ കണ്ടുപിടിച്ചായതുകൊണ്ട് ഞാൻ തന്നെ പേരിട്ടതാ. അതുകൊണ്ട് അതിനകത്ത് തന്നെ ഒരു തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണേ. അല്ല എന്നാന്നറിയോ, ഇത് ഇച്ചിരി സ്പൈസി ഒക്കെ ആയതുകൊണ്ടും കൂടിയാ ഞാൻ ആ പേരിട്ട. കുറച്ച് ഹിന്ദിയൊക്കെ കടമെടുത്തേച്ചൊക്കെ ഉണ്ടാക്കി ഒരു ഇട്ട പേരാ. എന്നാന്ന് വെച്ചാൽ അതിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ തീക്ക പനീർ റോൾ. അതിന് വേണ്ടിയെന്നുള്ള ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ സവാളയാണ് വേണ്ടിയേ. ഈ സവാള എന്നാന്ന് അറിയാവോ, ഒത്തിരി ഒന്നും വേണ്ട. നമുക്ക് ആ അകത്ത് ആ ചപ്പാത്തിക്കകത്ത് വെക്കാനുള്ള ഫില്ലിങ്ങാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊരു വലിയ 2 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. പനീറിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ നോക്കിയേച്ച് വേണം ഇതെടുക്കാൻ. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ക്യാരറ്റ് ഒരു എന്നാ പറയുന്നത്, ഒത്തിരി അങ്ങോട്ട് ഇച്ചിരി ഒരു തിന്നായിട്ട് മുറിച്ചേച്ചാൽ മതി. അന്നേരം ഇതിന് ഒത്തിരി വേവില്ലേ, അന്നേരം നമ്മൾ ആ മൂപ്പിക്കുന്ന നേരത്തേനുള്ള വേവേ ഉള്ളൂ. അതുകൊണ്ട് ഇച്ചിരി എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കി തന്നെ അരിഞ്ഞു. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ബീൻസാ, ഇച്ചിരി ഒട്ടും കട്ടിയില്ലാതെ തന്നെ അരിയണം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഞാൻ എപ്പോഴും എന്നാ പറയുന്നത്, ക്യാപ്സിക്കം ഉപയോഗിക്കുന്നതുകൊണ്ട് എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഇച്ചിരി ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇതില്ലേലും പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഇച്ചിരി ക്യാബേജ് ഇട്ടേച്ചാലും മതി. പിന്നെ ആണെങ്കിൽ ഇത് കുറച്ച് പനീറാ, അത് ഞാൻ എന്നാ പറയുക, നമ്മളിവിടെ പനീറിൻ്റെ ഡിഷസൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാത്രം എൻ്റെ ഫ്രിഡ്ജിൽ ഇരുന്നതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിനകത്താണെങ്കിൽ ഒന്നെങ്കിൽ ചിക്കൻ കാണും, അല്ലെന്നുണ്ടെങ്കിൽ മുട്ട കാണും. മുട്ട പുഴുങ്ങിയേച്ച് ഇങ്ങനെ എന്നാ പറയുന്നത്, ഗ്രേറ്റ് ചെയ്തെടുക്കരുത്, ഇങ്ങനെ നീളത്തിൽ തന്നെ മുറിച്ചെടുത്ത് വെച്ചാൽ അതും വയ്ക്കാം. ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പി ആയതുകൊണ്ടാട്ടോ ഞാൻ ഈ പറയുന്നത്. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ടൊമാറ്റോ എന്നല്ല, ഒരു കുഞ്ഞു ടൊമാറ്റോ. പിന്നെ കുറച്ച് മല്ലിയിലയാ. ഈ ഉണ്ടാക്കിയ റെസിപ്പിക്കകത്തുണ്ടല്ലോ, എനിക്ക് കറിവേപ്പില ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ആ സ്വാദൊന്നും ശരിയായില്ല. അന്നേരം പിന്നെ ഞാൻ ഇച്ചിരി പുതിനായിലയാണ് ഇട്ടേക്കുന്നത്. അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഇട്ട, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം ഞാൻ പറയുകയല്ലേ, ഒന്നെങ്കിൽ കറിവേപ്പില അല്ലെങ്കിൽ രമ്പയില. പിന്നെ ആണെങ്കിൽ കുറച്ച് പച്ചമുളക് അല്ലെന്നുണ്ടെങ്കിൽ കാന്താരി മുളക് ആയാലും മതി. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടെ അരച്ചത്. പിന്നെ ഇച്ചിരി നാരങ്ങാ നീര്, കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടിയേ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി വിനാഗിരി വേണം, പിന്നെ കുറച്ച് പഞ്ചസാര. ഇതിനകത്ത് എല്ലാ സോസും ഒന്നും സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഇത് ഞാൻ ട്രൈ ചെയ്ത സമയത്തെ ടൊമാറ്റോ സോസും ചില്ലി സോസും തീർന്നുപോയി. അതുകൊണ്ട് ഞാൻ സോയാ സോസ് മാത്രം ഇട്ടാ ചെയ്ത് നോക്കിയേ. അന്നേരം പിന്നെ എന്നാ പറയുന്നത്, അതിന് നല്ല സ്വാദാണ്. അപ്പം പിന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി പിന്നെ സോയാ സോസ് മാത്രം എടുത്താൽ മതി. പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് കോൺഫ്ലവർ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു തന്നില്ലേ എന്നൊക്കെയാ സാധനങ്ങൾ വേണ്ടിയെന്നുള്ളത്. ഇനി അതിനൊരു അരപ്പുണ്ടാക്കണം നമുക്ക്. അപ്പം ആദ്യം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി ആദ്യം ഇടാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത്. 1 ടീസ്പൂൺ ഇട്ടില്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. ഒരു ഇച്ചിരി നാരങ്ങാ നീര്, ഒരു 1/2 ടീസ്പൂൺ മതി. എന്നുവെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിക്കണം. പിന്നെ എന്നാന്ന് വെച്ചാൽ വേണ്ടിയത് തക്കാളി ഇല്ലേ, കുഞ്ഞു തക്കാളി, അതും കൂടെ ഇതിനകത്ത് ഇടുക. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മല്ലിയിലേക്കൊന്നും എന്നാ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ കൈപ്പിടിക്ക് എടുക്കുകയല്ലേ എന്ന് പറഞ്ഞു കൂട്ട് എടുത്തേച്ചാൽ മതി. പിന്നെ കുറച്ച് പുതിനായില. കുരുമുളക് ഓൾറെഡി നമ്മൾ ചേർത്തേക്കുക. അന്നേരം അതിനകത്ത് ഞാനൊരു 5 പച്ചമുളകിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ ടേബിൾ സ്പൂണിന് ഒരു 3/4 സ്പൂണേ ഇടുന്നുള്ളൂ. എങ്ങാനും എരി കൂടിയാൽ എന്നാ എടുക്കും. പിന്നെ വേണ്ടി എന്നാന്നോ, ഒരു ഇച്ചിരി സോയാ സോസ്. ഇതിപ്പോൾ ലൈറ്റ് സോയാ സോസ് ആയതുകൊണ്ട് ഒരു ഫുൾ ടേബിൾ സ്പൂൺ ഞാൻ ഒഴിക്കുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പഞ്ചസാര. ഇതെന്നാത്തിനാന്നറിയോ, നമ്മുടെ ആ അരപ്പിച്ചിരി ഒന്ന് കാരമലൈസ് ആവാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടേച്ചാൽ മതി. സോയാ സോസിനകത്ത് ഉപ്പുണ്ട്, അന്നേരം നോക്കി കണ്ടേച്ച് നോക്കി ഇട്ടോണം. ഇട്ടേച്ച് പിന്നെ കിടന്ന് കൂടിപ്പോയെന്ന് എന്നോട് പറഞ്ഞേക്കല്ലോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണിന് കോൺഫ്ലവറും കൂടെ ചേർത്തേക്കാം. അപ്പം എന്നാണെന്നറിയോ, നല്ലതായിട്ട് നമ്മുടെ അരപ്പിൽ തന്നെ അങ്ങ് ബൈൻഡായി കിട്ടും. ഞാൻ ഇച്ചിരി നല്ല മഷി പോലെ അരച്ചേക്കുക കേട്ടോ. നമ്മൾ മീനൊക്കെ പെരട്ടുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അരയ്ക്കുന്നത്, ആ കൂട്ട് തന്നെ അരച്ചേക്കുക. ഇനി ഇതിനകത്ത് എന്നാന്ന് വെച്ചാൽ പനീർ ആയതുകൊണ്ട് മീൻ പോലെ പെരട്ടാൻ ഒക്കുകയല്ല. ഇച്ചിരി ക്ഷമയോടുകൂടിയൊക്കെ നമുക്ക് ഇച്ചിരി എല്ലാം ഒന്ന് പെരട്ടിയെടുക്കാം. പെരട്ടുന്ന സമയത്തുണ്ടല്ലോ നമുക്കാണെങ്കിൽ ഇപ്രാവശ്യം ഈ പനീർ വറുക്കാനാണെങ്കിലും നമുക്ക് വലിയ ഫ്ലെയിം വേണ്ട, കൊച്ചു ഫ്ലെയിമിനകത്ത് വറുത്തെടുത്താൽ മതി. ഇതിനകത്ത് എത്ര എണ്ണ എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മളിങ്ങനെ ഡീപ് ഫ്രൈ അല്ല, ഒരു ചെറിയ ഷാലോ ഫ്രൈയാ. എന്നാൽ നമ്മുടെ പനീറിനാന്നേലും കട്ടിയില്ലാത്തതുകൊണ്ട് എന്നാന്നോ അത് ഇച്ചിരി ഒന്ന് മുങ്ങി വറുത്തെടുക്കാനുള്ള ഒരു എണ്ണയും കൂടി ഇതിനകത്ത് ഒഴിക്കണം. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ പെരട്ടി വെച്ചേക്കുന്ന പനീർ അങ്ങ് ഇടുക. അതായത് പനീർ നമുക്ക് പതുക്കെ വറുത്തെടുക്കാം. എപ്പോഴും ഇത് ക്ഷമയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പൊടിഞ്ഞു പോവേ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്ന ബ്രേക്കിൽ ഓടിപ്പോയിട്ട് അടുക്കളയിൽ തന്നെ തീയോ എന്നാൽ അടുപ്പിൽ എന്നേലും ഇരിപ്പുണ്ടായിരുന്നേൽ അതൊക്കെ ഓഫ് ചെയ്തേച്ചൊക്കെ വേണം അടുത്തത് നോക്കാൻ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ അല്ലേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ ചേർത്ത് അരപ്പിനകത്തോട്ട്. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി ഒരു 1/4 തന്നെ ഇടാം. ഇതിനകത്ത് എന്താണെന്നറിയാവോ, ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഒത്തിരി കൂടരുത്, അതൊരു ഇച്ചിരി ഒരു പ്രശ്നമാണ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഇച്ചിരി ഒന്ന് മൂക്കണം. അതിൻ്റെ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിക്ക് അറിയാൻ മേലെ ഒരു ഇച്ചിരി ഒരു പച്ചച്ചോവയൊക്കെ ഉള്ളതാണ്. അന്നേരം പിന്നെ ആണെങ്കിൽ അതിൻ്റെ ആ ചുവ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാം. ഇപ്പം ഞാൻ ഇട്ട ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അതങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ പനീറിലെ പെരട്ടിയിൽ, ആ അരപ്പ് കുറച്ചുകൂടെ ബാക്കി കാണും, അത് ഇതിനകത്തോട്ട് ഇടും. അരപ്പിട്ടേച്ചും ഇച്ചിരി തീ അങ്ങോട്ട് കൂട്ടിക്കും. എന്നാന്ന് വെച്ചാലേ അത് ഇച്ചിരി ഒന്ന് മൊരിയുണ്ടായോ. ഇനിയാണെങ്കിൽ എണ്ണ തെളിയാൻ ഒരിച്ചിരി സമയം എടുക്കും, ഒത്തിരി ഒന്നുമില്ല. എന്നാന്ന് വെച്ചാൽ ആ നമ്മൾ അരപ്പ് അരച്ചേക്കുന്നതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചേക്കുമല്ലോ, അന്നേരം ആ വെള്ളം ഒന്ന് വാപ്പറേറ്റ് ആയി പോയി കഴിയുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നോളൂ. ഇപ്പം എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണമെന്ന് അറിയാമോ, നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറിയില്ലേ, ആദ്യം കുറച്ച് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടുക, പിന്നെ കുറച്ച് ക്യാരറ്റ്. ഇതൊക്കെ പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ക്യാരറ്റൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ ഒന്ന് കഴിക്കാൻ പറഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. പിന്നെ കുറച്ച് ബീൻസ്. പിന്നെ ആണെങ്കിലും നമ്മളിപ്പം ഗ്രേവിക്കകത്തോട്ട് ഇച്ചിരി ഉപ്പുണ്ട്, എന്നാലും നമ്മുടെ ഈ പച്ചക്കറിക്കകത്ത് ഒരു ഇച്ചിരി ഉപ്പ് വേണ്ടേ. അന്നേരം ഞാൻ ഒത്തിരി ഒന്നും ഇടുകയില്ല, എൻ്റെ കൈക്ക് വരുന്ന അത്രയും ഉപ്പേ ഞാൻ ഇടത്തുള്ളൂ. പച്ചക്കറിക്കാണെങ്കിൽ ആ അരപ്പുമായിട്ട് ചേരാനേ ഒരു ഇച്ചിരി നേരം എടുക്കും. ഇപ്പം ഞാൻ ആ ചേർത്തേക്കുന്ന അരപ്പൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ട് അതൊന്ന് പിടിച്ചേ. ഇനി എന്നാന്ന് വെച്ചാൽ ഇതൊരു ഹാഫ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇല്ലേ, അത് ഇതിനകത്തൊന്ന് ഇടണം. ക്യാപ്സിക്കം ഇട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പനീറും കൂടി ഇതിനകത്തിടണം. ഈ അരപ്പുമായിട്ട് നല്ലതായിട്ട് അതിനെ ഒന്ന് എന്നാ പറയുന്നത് മിക്സ് ചെയ്യാം.
ഇതിനകത്ത് ഇച്ചിരി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇടാം. ചില്ലി ഫ്ലേക്സ് നമ്മുടെ വീട്ടിലില്ലേലും ഞാൻ പറയുന്ന കൂട്ട് എന്നാ ചെയ്യണമെന്ന് അറിയാവോ, നമ്മുടെ ആ വറ്റൽമുളക് ഉണ്ടല്ലോ മിക്സിയിൽ വെച്ചേച്ചൊന്ന് ചതച്ചേച്ചിട്ടേച്ചാൽ മതി. ഇല്ലാന്നും പറഞ്ഞൊന്നും അപ്പം ഇതിനകത്തൊരു റെഡ് കളർ വരും. ഇപ്പം എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയില മാത്രമേ ഇതിനകത്ത് ഇടുന്നു. ഇനിയിപ്പോൾ എന്നാന്നോ ആ ക്യാപ്സിക്കത്തിനകത്തും പനീറിനകത്തും കുറച്ചൊന്ന് ആ ഗ്രേവി ഒന്ന് പിടിക്കണം. പക്ഷെ എന്നാന്നോ ആ ക്യാപ്സിക്കം ഒന്ന് വെന്ത ആ ഗ്രേവിയുടെ ആ ഒരു എന്നാ പറയുന്നത് ആ ഒരു ഫ്ലേവറും കൂടെ ആ ക്യാപ്സിക്കത്തിനകത്തോട്ടൊന്ന് പിടിക്കാനുള്ളൊരു സമയം വേണം. അപ്പോൾ ഇച്ചിരി തീ അങ്ങോട്ട് സിം ആക്കി വെച്ച് കുറച്ച് നേരം നമുക്ക് അടച്ചിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ക്യാപ്സിക്കവും ഒന്ന് വേവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി. അതിൻ്റെ ആ ഒരു ചേരുവകൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് ഒരു ഇച്ചിരി സ്പൈസിയാണ്. ഇച്ചിരി സ്പൈസി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കഴിക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ആവും. അത്രയുമുള്ള സ്പൈസി ഉള്ളൂ. അല്ല ഉയ്യോ അന്ന് പറയുകയല്ല കേട്ടോ, ഒരു ഇച്ചിരി അത്രേ ആവത്തുള്ളൂ. അന്നേരം ഉണ്ടല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു ജ്യൂസ് ഉണ്ട്. ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതൊരു കോക്ടെയിൽ ജ്യൂസ്. അന്നേരം അതെങ്ങനെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ആപ്പിൾ വെച്ചേച്ചാൽ നമ്മളത് ചെയ്യാൻ പോകുന്നത്. ആപ്പിൾ വെച്ച് അപ്പോൾ ഇച്ചിരി എരിവ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇച്ചിരി ആ ജ്യൂസും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നല്ല കോമ്പിനേഷൻ അല്ലേ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ജ്യൂസ് മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട. പക്ഷേ ആ ജ്യൂസിനാന്നേലും ഇനിയിപ്പോൾ ഇത് ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേനാന്നേലും ഞാൻ ഇതങ്ങ് ഓഫ് ചെയ്ത് വെച്ച് ചപ്പാത്തിയൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ റെസിപ്പി റെഡിയാണ്. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ടി ചപ്പാത്തിയായി, പനീറിൻ്റെ റെസിപ്പിയായി. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ഫോയിൽ പേപ്പർ വേണം. എന്നാന്ന് വെച്ചാൽ നമ്മൾ ചുരുട്ടി വെക്കുമ്പോഴത്തേനുണ്ടല്ലോ അതല്ലെങ്കിൽ തനിയെ വെക്കുവാന്നേലും അതങ്ങ് ഇളകിപ്പോവും. അതുകൊണ്ടാണ് ഇനി ഇത് ഇത്രയും സാധനമാണ് നമുക്ക് ഇനി പ്രസൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയേ. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഒരു എരിവായതുകൊണ്ട് അതിനകത്തൊരു ജ്യൂസ് നമ്മൾ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതെന്നാന്ന് പറയും വലിയ മെനക്കേടൊന്നുമില്ല. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു ആപ്പിൾ മതി. ഇതെന്നാന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണോ ഇത് മുറിച്ചേക്കുന്നത്, ഇച്ചിരി സ്ലാൻഡിങ് ആയിട്ടാണ് മുറിച്ചേക്കുന്നത്. അന്നേരം ഇതാണെങ്കിൽ ഇങ്ങനെ എന്നാ പറയുന്നത് പെറ്റൽസ് കൂട്ട് വരും. സ്പെഷ്യൽ അങ്ങനെ ഒന്നുമില്ല. ഇച്ചിരി ഒന്നും എന്നാ പറയുന്നത് വേണ്ടേ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇതേപോലെ ഒരു 2 പീസസ് അങ്ങനെ ആക്കി വെച്ചാൽ മതി. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഇഞ്ചി നീരാന്നേ. ഒത്തിരി ഒന്നും വേണ്ട. ഒരു എന്നാ പറയുന്നത് ഒരു 2-3 ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു 4 ഡ്രോപ്സ് വെച്ചോ, അത്രയും മതി. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി നാരങ്ങ നീര. നാരങ്ങായും നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉള്ളതല്ലേ, അന്നേരം അതും ഈ പറഞ്ഞ പോലെ ഒരു 4 ഡ്രോപ്സ് അത്രയും മതി. പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ ജ്യൂസ് അത് കുറച്ച് വേണം. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് 7up വേണം. ഇത് 50-50 റേഷ്യോയിലാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് പുതിനയില, അത് ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം മതി. കുറച്ച് മിൻറ്റ്. പിന്നെ തണുപ്പ് വേണമെങ്കിൽ മാത്രം ഐസ് ചേർക്കുക. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്നറിയാം, കുറച്ച് പുതിനയുടെ ഇല മിൻറ്റ് ലീവ്സ് കുറച്ച് ഇടുക. ഇതിനകത്തോട്ട് ഐസ് ക്യൂബ്സ് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും. ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ആപ്പിൾ ജ്യൂസ് ചേർക്കുക. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി 7up. പിന്നെയാണ് ഞാൻ നമ്മുടെ കുറച്ച് ഇഞ്ചി നീര് ചേർക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ 2-3 ഡ്രോപ്സ് മതിയേ. ഇത് കുറച്ച് നാരങ്ങ നീര്, ഇതും 2-3 ഡ്രോപ്സ്. ഇതിനകത്തോട്ട് ഇത് ഞാൻ ചുമ്മാ അലങ്കരിക്കാൻ വെക്കുന്നതാണ് ആപ്പിൾ ഡേ. എന്നാലും ഇതിനകത്തോട്ട് അത് കിടക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മൾ നാച്ചുറലി ഇത് കഴിക്കും. പിന്നെ അല്ലെങ്കിൽ എന്നാ പറയുന്നത് ചെറിയൊക്കെ ഇല്ലേ അത് ഇട്ടാലും മതി. ഡിപ്പെൻസ് നമ്മുടെ കയ്യിലുള്ള എന്നാന്ന് വെച്ചാൽ ഓറഞ്ച് ഒന്നും ഇട്ടേക്കല്ല. ഇപ്പോൾ ഓറഞ്ച് സീസൺ ആയതുകൊണ്ട് ആ പ്രത്യേകം പറഞ്ഞേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ജ്യൂസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുകയല്ലേ ഈ ജ്യൂസും ഇത്രയും വലിയ പനീറിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ശരിക്കും തണുത്ത ഒരു സാധനമാണ്. ഇത് ഞാൻ ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നല്ല അസലായിട്ട് പാട്ട് പാടുന്ന ഒരു വ്യക്തിക്ക് തന്നെയാണ് ഞാനിത് കൊടുക്കാൻ പോകുന്നത്. ചീത്ത കേൾക്കുമെന്ന് അറിയാൻ മേല. ആരാന്നല്ലേ നമ്മുടെ കൃഷ്ണേന്ദ്രൻ ചേട്ടനും ഭാര്യ വനിത ചേച്ചിയും കൂടിയാണ് ഇവിടെ വരുന്നത്. എന്തായാലും ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഈ കൊടുക്കുമ്പം എനിക്ക് കേൾക്കാൻ പോകുന്ന ചീത്ത എന്തോരായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. എന്തായാലും ഇതിൻ്റെ തണുപ്പ് നമുക്ക് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് എങ്ങനെയാ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഈ സിൽവർ ഫോയിൽ അങ്ങോട്ട് സ്മൂത്ത് വെച്ച്
ഒത്തിരി എന്നാ പറയുന്നത് വലിപ്പമൊന്നും വേണ്ട, നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു വലിപ്പം മതി. ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചപ്പാത്തിക്കകത്തോട്ട് നമ്മുടെ ഫില്ലിങ് ആദ്യം വെക്കണം. ഫില്ലിങ് മുഴുവൻ വെച്ചേച്ച് ചപ്പാത്തി ഫുൾ അങ്ങോട്ട് ചുരുട്ടണം. ചുരുട്ടി വെച്ച് ഇതിൻ്റെ മേലോട്ട് വെച്ചേച്ച് നല്ല ടൈറ്റായിട്ട് അത് റോൾ ചെയ്യാം. ടൈറ്റായിട്ട് റോൾ ചെയ്ത് വെച്ച് ഫസ്റ്റ് പോർഷൻ നമുക്ക് എന്നാന്നോ ഇച്ചിരി ഒരു ഡെക്കറേറ്റീവായിട്ട് ഫീൽ ചെയ്യാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ട്, ഇറ്റ്സ് നോട്ട് എ ഫോയിൽ പേപ്പർ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ ഫസ്റ്റ് ചപ്പാത്തി ഇവിടെ വെക്കുക, എന്ന് വെച്ച് സെക്കൻഡ് ചപ്പാത്തി എടുക്കുക. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ, സെക്കൻഡ് ചപ്പാത്തി എടുത്തേച്ച് നമുക്കിതൊന്ന് മുറിച്ചൊക്കെ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിങ്ങനെ അങ്ങോട്ട് മുറിച്ച് വെച്ച് നമുക്ക് അപ്പം ഇനി ചപ്പാത്തി ആണെന്ന് അറിയണ്ടേ, അന്നേരം എന്നാന്നറിയുന്നോ മേലത്തെ ഭാഗം മാത്രം കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് കളഞ്ഞേച്ചും ഇവിടെ ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് വെച്ചാൽ മതി. ഇതേപോലെ ഇനി അടുത്ത ഈ ചപ്പാത്തിയുടെ മിഡിൽ പോർഷനായിട്ട് വെച്ചേച്ചുണ്ടല്ലോ, ഇതിനെ ഇങ്ങനെ അകത്തോട്ട് അയ്യോ എന്റെ ചേച്ചി മുഴുവനും എരിവുള്ള സാധനമായിരുന്നു. നല്ല മണം എരിവ് മുഴുവനും നമ്മുടെ പേരറിയാമല്ലോ അല്ലേ ചേച്ചി? എന്റെ ചേച്ചി പെൻഡിങ് ഉണ്ടല്ലോ, ഒരു ദേഷ്യല്ലേ നീ ചേച്ചി അവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല ഉണ്ടോന്നോ? ചേച്ചി ഒരു വാക്ക് പറഞ്ഞ അറ്റ്ലീസ്റ്റ് എന്റെ ഈ കുഞ്ഞ അടുക്കളയിലെങ്കിലും ചേച്ചി വന്നു. മറ്റേ ഞാൻ എന്റെ വീട്ടിലോട്ട് വിളിച്ച് 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 വരാൻ പാടില്ല, എന്റെ പ്രേക്ഷകർ തന്നെ ഫേസ് ഒന്ന് നോക്കിയേ, കണ്ടോ വാക്ക് പറയുന്ന ആളാണ്. ചേച്ചിമാർ എന്നോട് സോറി പറഞ്ഞാലൊന്നും വേണ്ട. ഓ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. ഞാനിത് തീർന്നില്ല. ഇത് എന്നാന്നറിയാമോ, എന്നാന്ന് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി കാണത്തില്ല ചേച്ചി, ഇത് എവിടെയും കണ്ടു കാണത്തില്ല. ഇത് ഞാൻ ഉണ്ടാക്കി കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാ. അത് ചേച്ചിക്കും ചേട്ടനായിട്ട് ഇന്ന് പരീക്ഷിക്കാൻ പോകാം. കുട്ടികളൊക്കെ സുഖം? കുഴപ്പമൊന്നുമില്ല. 3 ആമ്പിള്ളേരെ ഇങ്ങനെ യുദ്ധത്തിൽ ഞാനും കുട്ടികളും കൂടെ ഇങ്ങനെ വഴക്കുണ്ടാക്കി തല്ലുണ്ടാക്കി ഇങ്ങനെ നടക്കുന്നു. ഷാജിയും സുഖമായിരിക്കുന്നു. ഓ സുഖമായിട്ടിരിക്കുന്നു. ഇനി വീട്ടിലോട്ട് വരുന്നത് ഇത് വരാം, ഉറപ്പായിട്ട് വരാം. ഉറപ്പാണ്. ഇവിടെ തുടങ്ങിയില്ല, ഞാൻ മാത്രം കേട്ടതല്ല, ഇവിടെ തുടങ്ങി, അടുക്കളയിലെ തുടങ്ങി. ഇനി അവിടെ തട്ടുകടയ്ക്കും ഉറപ്പാണ്. ഓക്കെ, ഞങ്ങൾ അംഗീകരിച്ചു. ഇനി ഞാൻ പറയുകയല്ല, വന്ന് തെളിയിക്കണം. ഉറപ്പായിട്ട് വരും. ഓക്കെ. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇത്രയും നാൾ എന്നാ വരായിരുന്നേ? തിരക്കായിരുന്നു അറിയാം. അങ്ങനെ തിരക്കുന്ന നോണ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. മാപ്പ്. ഓക്കെ ചേച്ചി ഞാൻ എന്റെ ബാക്കി ശരി 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 ശരി. അപ്പൊ എന്നാന്നോ ഒന്നിന് പുറകെ എന്നേലും ഒക്കെ കാര്യങ്ങൾ വീട്ടിനകത്ത് വരും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ വീട്ടമ്മമാർക്ക് പറഞ്ഞാൽ അറിയാമല്ലേ, അതുകൊണ്ട് ചേച്ചീനോട് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. ഇതെന്താ വെജിറ്റേറിയനാ? പിന്നെ ചേച്ചിക്ക് നോൺ വെജ് വേണമായിരുന്നോ? കഴിക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ. കണ്ടോ, നേരത്തെ പറഞ്ഞിരുന്നെങ്കിലോ. എന്റെ പരീക്ഷണം ചേച്ചി പേടിച്ചതാണ്, വെറുതെ പറഞ്ഞതാ. ചേച്ചി ഒറ്റയ്ക്കാന്ന് തോന്നേ? ചേട്ടൻ വരുമോ? എന്നേലും അത്യാവശ്യം വന്നു കാണും. അതിന്റെ ഇടയില് ഭാര്യയും ഭർത്താവിനെ വീട്ടിലും വിളിച്ച് ഇപ്പൊ എന്റെ ഷോയിലെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് വന്നതാ. എന്നുവെച്ച് നോക്കിയാ ചേട്ടൻ ആ സമയത്ത് വരുവല്ല. നല്ല പാടന്നെയാണല്ലേ? അതെ ചേച്ചി, ഫസ്റ്റ് ഇംപ്രഷൻ കളയണ്ടല്ലോ. കാണുമ്പോ നല്ല രസമുണ്ട്. എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടല്ലോ സ്റ്റഫിങ്. അതെ, അത് പനീറാ ചേച്ചി. ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ ചിക്കൻ ആക്കി മാറ്റി. അതെ അതെ അതെ, ഞാനത് രഹസ്യമായിട്ട് വീട്ടിൽ വന്ന് കഴിക്കാം. ഷോയില് കഴിക്കണ്ടല്ലോ, വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിട്ടേ. ചേച്ചി ഇതാന്നു എന്റെ തീക്ക പനീർ റോൾ. ഈ സാധനം ആനിയുടെ കണ്ടുപിടുത്തം. അതെ, എന്റെ കണ്ടുപിടുത്തം. ചേച്ചി പറയും. എന്റെയും ചേട്ടന്റെയും വക, ചേച്ചിയുടെയും ചേട്ടന്റെയും വക ഒരു ചെറിയ ഗിഫ്റ്റ്. എന്റെ തമ്പുരാനെ, ഇത് തന്നെ എനിക്ക് ഏറ്റവും താങ്ക് യു. എനിക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ, ഇതാ പറയുന്ന ഒരു കൂടപ്പറപ്പിന്റെ സ്നേഹം എന്നൊക്കെ പറയുന്ന ഇത് തന്നെയാ എന്റെ ഫസ്റ്റ് ഗിഫ്റ്റ്. അല്ലെങ്കിൽ തന്നെ ഇത് മനസ്സിലാക്കിക്കോണേ,
ഈ ഒരു ബന്ധത്തിന്റെ വില. ആനിയുടെ അടുക്കള അല്ലെ ചേച്ചി, എന്റെ അടുക്കള കാണാൻ വന്നപ്പോ എനിക്ക് ഇവിടെ വന്ന ഗസ്റ്റിലേക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ചേച്ചി. കണ്ടോ, ബന്ധങ്ങളുടെ വില മനസ്സിലായില്ലേ? പിന്നെ എന്നാ ഉണ്ട് ചേച്ചി വിശേഷം? ഇപ്പൊ എവിടെയാ? തിരുവനന്തപുരത്താണോ മദ്രാസിലാണോ? ഇപ്പൊ പാലയിലായിരുന്നു. പാലയില് അല്ല, പാലാൻ കോട്ടയം. എന്റെ നാട്ടില് മനുഷ്യരെയൊക്കെ കണ്ടില്ലേ? നല്ല മനുഷ്യന്മാരെ കണ്ടു. ഷൂട്ടിംഗ് ആയിരുന്നു. മറ്റേ മുരളി ഗോപിയുടെയും അനൂപ് മേനനും കൂടി അഭിനയിക്കുന്ന പാവ പറഞ്ഞിട്ട്, പാപ്പച്ചനും വർക്കീച്ചനും. അപ്പോൾ ഇത് 80 വയസ്സ് ഏജ്ഡ് ആയിട്ടാണ് മുരളി ഗോപി അഭിനയിക്കണേ. ഞങ്ങളൊക്കെ പെങ്ങന്മാരാ മുരളി ഗോപിയുടെ. ആദ്യത്തെ സിസ്റ്റർ വന്നിട്ട് കവിയൂർ പൊന്നമ്മ ചേച്ചി, മൂത്ത ചേച്ചി. പിന്നെ ലളിത ചേച്ചി, KBS ലളിത ചേച്ചി. പിന്നെ പൊന്നമ്മ ബാബു ചേച്ചി. പിന്നെ നാലാമത്തെ ഞാനാണ്. പിന്നെ നമ്മുടെ ചിത്രത്തിലത്തെ രഞ്ജിതയില്ലേ, രഞ്ജിനി, അവര് 5th സിസ്റ്റർ. പിന്നെ മുത്തുമണി 6ാമത്തെ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിക്കാത്ത ഒരാളുടെ ജീവിതമാണ്. അല്ല, ഒരു ബഹുമാനത്തിന്റെ പേടിയുടെയും ബഹുമാനവും എല്ലാം കൂടെ ചേർത്ത് ചാടി എണീച്ചു പോയതാ. ഭാര്യക്ക് പേടിയില്ലെന്ന് മനസ്സിലായി കേട്ടാ. അല്ല, എനിക്കൊരു വലിയൊരു, ഞാൻ ജീവിതത്തിൽ ഒരു കടപ്പെട്ടിരിക്കുന്ന ആനയോട് പ്രത്യേകിച്ച്. ഞാനിപ്പോ കുറച്ചു നേരമായിട്ട് പുറത്ത് നിൽക്കും, നിങ്ങളാരും അറിഞ്ഞില്ല. ഇത് വന്നോ? കുറച്ച് നേരമായിട്ട് അപ്പൊ ഞാൻ കേട്ടത് ഇവിടെ മാപ്പ് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് കേട്ടു. ഞാൻ ജീവിതത്തിൽ ഇവിടെ മാപ്പ് പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഒരാളടുത്തെങ്കിലും ഒരു മാപ്പ് പറഞ്ഞല്ലോ. ചേച്ചി ഇപ്പൊ മനസ്സിലായി, അതൊക്കെ കേട്ടിങ്ങനെ ഞാനിങ്ങനെ ആനന്ദ പുളകിതനായി. പിന്നെ എന്നാന്നറിയോ ചേട്ടാ, ഞാൻ ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറയുമായിരുന്നേ. അപ്പൊ ഞാനിപ്പോ ചേച്ചിയെ കണ്ടിട്ട് കുറെ നാളെ. അന്നേരം ചേച്ചിയോട് വിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാനും ചേച്ചിയും അടുക്കളവാതിലോട്ട് നോക്കിയില്ല. അതാണ് സത്യം. പിന്നെ കിട്ടിയ സമയം ചേട്ടനെ പറ്റി 10 പരദൂഷണം കേൾക്കുമെന്നും കൂടെ വിചാരിച്ചു. അതിന് മുമ്പ് പോന്നു. കൂടുതൽ പറയിപ്പിക്കണ്ടെന്ന് വെച്ചു. സ്പെഷ്യൽ ആണ്. അല്ല, ചേട്ടനിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ഞാൻ അറിയാന്ന് വിചാരിച്ചു. ഓപ്പൺ ബുക്ക് അല്ലേ ഭാര്യ പറഞ്ഞ കേട്ടോ? ഇതിപ്പോ ഞങ്ങക്ക് പ്രൂഫ് വേറെ എന്നാ വേണം? ഓപ്പൺ ബുക്കാണ്. ഓപ്പൺ ബുക്കാ, ഒന്നുമില്ല. ഈ ഷോയിലെങ്കിലും സത്യം പറയാം. ശരിക്കും അത് ചോദിക്കണ്ട കേട്ടോ ചേട്ടാ. ശരിക്കും ഇപ്പം എത്ര കൊല്ലായി ഈ ഫിലിം ഫെയറിൽ വന്നിട്ട്? 78. അപ്പൊ 38 കൊല്ലം 38 ആവുന്നു. കാരണം ഈ വിഷുവിന് മറ്റേ ഏപ്രിൽ വിഷു ഒക്കെ ആവുമ്പോഴേക്കും 38 വർഷം ആവുന്നു. അത് ശരി. ഈ 38 വർഷമൊക്കെ ആയിട്ടേ ഈ 25 കഴിഞ്ഞൊന്നും പോയത് അറിഞ്ഞില്ലേ? എന്നാന്നോ ശരിക്കും ആ 25 ഞാൻ പറയാം ആഘോഷിക്കും. അത് ഞാൻ ആഘോഷിക്കണമെന്ന് വിചാരിച്ചാണ്. ഞാൻ ആ 25 കൊല്ലം മറ്റേ മോഹൻലാലിന്റെ ഒക്കെ ആഘോഷ സമയത്ത് നിങ്ങളില്ലാതെ എനിക്ക് എന്ത് എന്നൊക്കെ പറഞ്ഞ് ലാല് പറയും, എന്താഘോഷം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഏകദേശം എനിക്കും അത് ആഘോഷിക്കേണ്ട ഒരു സമയമായിരുന്നു. എനിക്ക് പിന്നെ സ്പോൺസറെ കിട്ടിയില്ല. സ്പോൺസറാണോ? ഞങ്ങൾ പ്രേക്ഷകർ മൊത്തം, ജനങ്ങൾ മൊത്തം ചേട്ടന്റെ കൂടെ നിൽക്കുമ്പോഴാണോ സ്പോൺസർ ആവശ്യം? ചേട്ടാ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചേ. പക്ഷെ ഞാൻ കേട്ടാറ് ചേട്ടൻ നിലമ്പൂരായിരുന്നു. അവിടെ ശരിക്കും ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളു. ഇങ്ങനെ ഈ കോലോത്തിൽ നിന്നൊക്കെ ഇറങ്ങുന്നവരൊക്കെ ഭയങ്കര ഓർത്തഡോക്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. ചേട്ടൻ എങ്ങനെ പറ്റിയ അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിലിം ഫീൽഡിലേക്ക് വരുന്നത്? മാത്രമല്ല ചേട്ടന്റെ ഫസ്റ്റ് മൂവി പലരും ചോദിച്ചിട്ടുണ്ട്. രവീന്ദ്രവേദം പോലുള്ള ഒരു സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ ഇത്രയും ഓർത്തഡോക്സ് ഫിലിം ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുക. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനും അമ്മയും അത്രയും ഒരു ഓർത്തഡോക്സ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ളവരായിരുന്നില്ല. അച്ഛൻ ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആയിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ജോലിയായിട്ട്, പാലക്കാടുള്ള സമയത്താണ് ഇതുപോലെ ഞാൻ അഭിനയിക്കുന്നതൊക്കെ. അച്ഛൻ പാലക്കാട് ജോലിയുള്ള സമയത്താണ്. അപ്പോൾ ഇതുപോലെ പപ്പേട്ടൻ്റെ ഫോൺ വരുന്നു. പപ്പേട്ടൻ അതിനു മുമ്പ് ബാലലോകം എന്ന് പറഞ്ഞ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഓൾ ഇന്ത്യ റേഡിയോയിൽ പുറകിൽ ഞാൻ കൊച്ചുകുട്ടിയായിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. എന്നിട്ട് ഞാൻ 9ാം ക്ലാസ്സിൽ സാറിനെ കണ്ടെങ്കിൽ ഈ സിനിമ നടക്കുന്നത് ഞാൻ BA ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ്. പക്ഷെ അത് എന്നെ കണ്ട ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്നേ തോന്നുള്ളൂ, വളർച്ച കുറവായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് പപ്പേട്ടൻ. അപ്പോൾ ഇത് ഈ സബ്ജക്റ്റ് ഈ പറഞ്ഞ പോലെ എന്നെ ക്യാമറ ടെസ്റ്റിന് വിളിച്ചു പെട്ടെന്ന് മദ്രാസിലേക്ക്. പെട്ടെന്ന് വരണം, നാളെ തന്നെ വരണം. അപ്പോൾ അച്ഛന് ലീവില്ല. എൻ്റെ ഒരു ഫ്രണ്ട് രഘു എന്ന് പറഞ്ഞ് ഷാർജയിലുള്ള, ഇപ്പോൾ ഷാർജയിൽ വലിയ ബിസിനസ്മാനാണ് പുള്ളിയാണ് എൻ്റെ കൂടെ വന്നതെന്ന്. അച്ഛന് ലീവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മദ്രാസിൽ പോയിട്ട് മുരുകാലയ സ്റ്റുഡിയോയിൽ പോയിട്ട് എൻ്റെ മേക്കപ്പ് ടെസ്റ്റൊക്കെ നടത്തി. ആദ്യം ആനന്ദകുട്ടൻ ചേട്ടനാണ് ആദ്യമായിട്ട് ക്യാമറ ടെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് എടുക്കുന്നു, എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുന്നു. നോക്കുമ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വേറൊരു പയ്യനുണ്ട് ടെസ്റ്റിന്. അല്ലാണ്ട് ഞാൻ മാത്രമല്ല, ഭരതേട്ടൻ സജസ്റ്റ് ചെയ്തിട്ടൊരു പയ്യനുണ്ട്, പത്മരാജൻ സാറ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഞാനും ഉണ്ട്. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും അഭിനയിപ്പിക്കുന്നു. അങ്ങനെ ഇന്ന ഒരു ഡയലോഗ് പറയൂ, മറ്റത് പറയൂ, മറിച്ച് പറയുന്നത്. ക്യാമറ ക്ലോസപ്പ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ക്യാമറ സൈഡിൽ നിന്നിട്ട് ഭരതേട്ടൻ എന്നിട്ട് പറയണം, ഇവിടെ ഒരു
കുറച്ച് പിള്ളേർ ഇങ്ങനെ എന്തോ തമാശയൊക്കെ കാണിക്കുന്നു. നീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നീ കാണുന്നു കുറേ പിള്ളേർ എന്തോ വിട്ടിത്തരം എന്തോ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ നിനക്ക് പെട്ടെന്ന് ചിരി വന്നു. ആ ചിരി ചിരിക്കാൻ പറഞ്ഞു. എന്ത് ചിരി! ഞാനൊരു ചിരി ചിരിച്ചു ഭയങ്കരമായിട്ട്. എന്തോ ഒരു ചിരിയൊക്കെ ചിരിച്ചു. ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഹരിപോത്തൻ്റെ പ്രൊഡക്ഷനാണ്, മറ്റേ പ്രതാപ് പോത്തൻ്റെ ബ്രദർ, സുപ്രിയ പ്രൊഡക്ഷൻസ്. നേരെ അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് മറ്റേ പയ്യനെ അവിടെ നിന്ന് തന്നെ അങ്ങ് വിട്ടു. എനിക്കതല്ല, അവിടെ ഈ ഓഫീസിലെത്തിയിട്ട് എൻ്റെ അടുത്ത് ഈ രഥനിർവേ എന്നുള്ള ബുക്ക് എനിക്ക് എടുത്തു തരുന്നു. ഞാനത് വായിക്കുന്നു. വായിച്ചപ്പോഴും എനിക്കിത് ഏത് കഥാപാത്രമാണ്, അതിലൊരു അനിയൻ്റെ കഥാപാത്രമുണ്ട്, അതായിരിക്കും. കാരണം ആദ്യത്തെ ഒരു സിനിമ ഒരു മെയിൻ ക്യാരക്ടറൊക്കെ തരും നമ്മൾ വിചാരിക്കുന്നില്ല. വായിച്ചു കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് വായിച്ചു. ഒരു 80-90 പേജുള്ള ഒരു ചെറിയ ബുക്കാണ്, നോവലായിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ പപ്പേട്ടൻ പറഞ്ഞു, ഇതിലെ പപ്പു എന്നുള്ള ക്യാരക്ടറാണ് നീ ചെയ്യുന്നത്. അപ്പം മെയിൻ ക്യാരക്ടർ. ഭയങ്കര സന്തോഷം. എന്താണെന്നൊന്നും ആലോചിക്കുന്നു. ഈ പറഞ്ഞ പോലെയാണ്, അച്ഛനും അമ്മയും സമ്മതിക്കുകയോ ഈ വക കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് സന്തോഷമായി. നമ്മൾ സിനിമാ ഫീൽഡ് എൻ്റർ ചെയ്യാൻ പോകും. അപ്പോൾ എൻ്റെ ഫ്രണ്ടും, അപ്പോൾ ഞങ്ങൾ എന്നിട്ട് തിരിച്ച് പിറ്റേ ദിവസം രാവിലത്തെ ട്രെയിനിന് വരുവാണ്. പാലക്കാട് ചിറ്റൂർ പഠിച്ചുകൊണ്ടിരിക്കുക, പാലക്കാട്. അപ്പോൾ വരുമ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് രഘുവാണ് ചോദിക്കുന്നത്, അല്ല സംഭവമൊക്കെ ശരിയാണ്, പക്ഷേ ഈ കഥ അവിടെ പോയി പറഞ്ഞ അച്ഛൻ അമ്മയും സമ്മതിക്കും. അപ്പോഴാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ചെയ്യാൻ പറ്റാതെ പോവുക, നമുക്ക് തന്നെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഭരതൻ പ്രയാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഭരതൻ എന്ന് പറഞ്ഞാൽ ക്രേസായിട്ട്, പത്മനാഭൻ സാറിനെയൊക്കെ ക്രേസായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അയ്യോ ഇത് മിക്സ് ചെയ്യരുത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നു അച്ഛനോട്, അല്ല അവതരിപ്പിക്കുന്നത് ഒരു അവിടെ ഇവിടെ ഒന്നും തൊടണ്ട. അപ്പോൾ അപ്പോൾ അച്ഛൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ഓഫീസിൽ വന്നിട്ട്. അപ്പോൾ എൻ്റെ അടുത്തിട്ട് എന്താണ് സിനിമയുടെ കഥ എന്താണ്? അപ്പോൾ എന്താ അല്ല അപ്പോൾ ഇത് സെലക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ കഥ? ഒരു കഥ എന്ന് പറഞ്ഞാൽ അച്ഛാ അതിങ്ങനെ ഇപ്പം ഒരു 2 വയസ്സ് കൂടുതലുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു പയ്യന് തോന്നുന്ന ഒരു ഇഷ്ടമാണ്, അത്രയേ ഉള്ളൂ എന്ന്. അങ്ങനെ അത്രേ പറഞ്ഞുള്ളൂ കഥ. അച്ഛൻ അതിലേറെ സംഭവം. അച്ഛൻ പറഞ്ഞാൽ നീ അഭിനയിച്ചാൽ മാത്രം മതി, ജീവിക്കണ്ടെന്ന് കഥാപാത്രമായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു അച്ഛനും അമ്മയും അത്രയും ബ്രോഡ് മൈൻഡഡ് ആയിരുന്നതുകൊണ്ടായിരിക്കണം പിന്നെ അവര് ഷൂട്ടിങ്ങൊന്നും കാണാൻ വന്നതുമില്ല. അച്ഛൻ 3 പ്രാവശ്യം കണ്ടു. ഫസ്റ്റ് നായകനായിട്ട് വന്നു, പിന്നെ ചെന്നങ്ങ് പാട്ടല്ലേ. ഞാൻ ആ സമയത്ത് BA മ്യൂസിക്കിന് പഠിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം, ചിറ്റൂർ കോളേജിൽ പാലക്കാട്. അപ്പോൾ ഈ പടത്തിന് വേണ്ടി വിളിക്കുമ്പോഴേ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ തനിക്ക് അതിനെ അഭിനയിക്കാനൊക്കെ അറിയുമോ? പാട്ടല്ലേ? അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് പറഞ്ഞത്, അല്ല അച്ഛാ ഒരു കാര്യമുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി പറയും നമുക്ക് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കയറാനുള്ളൊരു അവസരമാണ്, അഭിനയം അങ്ങനെ കയറട്ടെ, പിന്നെ പാടാമല്ലോ, അപ്പോൾ ഒരു കണക്ഷൻസ് കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അതായിരുന്നു ഒരു പ്ലാൻ സത്യത്തിൽ. അപ്പം അങ്ങനെ ഒരു 8-9 സിനിമ, ഒരു 8-10 സിനിമ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഫൈനൽ ഇയർ ആയി BA മ്യൂസിക്. ഫൈനൽ ഇയറിന് ഞാൻ സിനിമകളൊന്നും ആക്സെപ്റ്റ് ചെയ്തില്ല, മര്യാദയ്ക്ക് പഠിച്ചു, ഫസ്റ്റ് റാങ്ക് കിട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA മ്യൂസിക്. ആ സമയത്ത് അന്ന് പേപ്പറിലൊക്കെ എഴുതിയൊരു വാചകം എനിക്കിപ്പോഴുണ്ട്, സിനിമാ നടനും നേടി റാങ്ക് എന്നാണ്. സിനിമാ നടനും അങ്ങനെയായിരുന്നു. പക്ഷെ അതിലൊരു ചാലഞ്ച് പോലെ കാണിച്ചു കൊടുത്തില്ലേ, സിനിമാ നടനും പറ്റും, അങ്ങനെ പറയൂ ചേട്ടാ. പിന്നെ അപ്പം മ്യൂസിക്കിലേക്ക് പിന്നെ എങ്ങനെ? അല്ല, എന്നിട്ട് ഞാൻ MA മ്യൂസിക് പഠിക്കാൻ വേണ്ടി മദ്രാസിലേക്ക് ജോയിൻ ചെയ്യുന്നു. 1980 ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കയറുന്നു. 2 ഗുരുക്കന്മാരെന്ന് പറഞ്ഞു എനിക്ക്. ഒന്ന് ഭരതേട്ടൻ, എൻ്റെ 2 സിനിമയിൽ കൊണ്ടുവന്ന പത്മനാഭൻ സാറും ഭരതേട്ടനും രഥനിർവേദത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നെ ഡബ്ബിങ് ആദ്യമായിട്ട് തുടങ്ങിച്ചതും ഇതേപോലെ എൻ്റെ 3 ശശിയേട്ടൻ്റെ പടമാണ് കാണാൻ പറയാത്ത ഐ വി ശശി, അത് പത്മനാഭൻ സാർ സ്ക്രിപ്റ്റ്. ഇവർ 2 പേരും കൂടിയാണ് പറയുന്നത്, ഇതുപോലെ റഹ്മാൻ ഒരു വോയിസ് കൊടുക്കാൻ ഒരാളാണ്, നിനക്കൊന്ന് ശ്രമിച്ചുകൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനിങ്ങനെ വേറെ ആർക്കും ശബ്ദം കൊടുത്തിട്ടില്ല, ഞാൻ അഭിനയിച്ചതിന് ഡബ്ബിങ് അറിയാം. ഞാൻ എൻ്റെ സ്വന്തം ക്യാരക്ടർ, എൻ്റെ രഥനിർവേ എന്നുള്ള ആദ്യത്തെ പടം ഞാൻ സ്വന്തം വോയിസ്, ആനിയുടെ ഫസ്റ്റ് പടം സ്വന്തം വോയിസല്ലേ അല്ലേ? അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം ആദ്യത്തെ പടങ്ങളിൽ എപ്പോഴും ഈ ഡയറക്ടേഴ്സ് വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കും, കാരണം അതൊരു പെർഫെക്ഷൻ വരണം, ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. പക്ഷേ ഭരതേട്ടൻ എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. അതൊരു വലിയ ഭാഗ്യമാണ്. ചേച്ചിയെ കണ്ടത് അപ്പോൾ 1982 ഞാൻ പാടാൻ തുടങ്ങുന്നു ആ സമയത്ത്. അപ്പോൾ ശശിയേട്ടൻ ഐ വി ശശിയാണ് എന്നെ ഈണ എന്നുള്ള സിനിമയിലൂടെ എന്നെ ആദ്യമായിട്ട് പാട്ടുകാരനാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പാടാൻ ശശിയേട്ടൻ എൻ്റെ ഒരു പ്രോഗ്രാം മറ്റേ കോഴിക്കോട് വെച്ച് കേട്ടിട്ട് ഞാൻ പാടും എന്നുള്ളത് ഇവിടെ സീരിയസ് ആയിട്ട് അന്നാണ്. സീമ ചേച്ചിയുണ്ട്, ശശിയേട്ടനുണ്ട്. ഞാൻ സ്റ്റേജിൽ മുഹമ്മദ് റാഫിയുടെ ഒരു പഴയൊരു ചാഹുംഗ മേ തുझे സാഞ്ച് സവേരേ, ആ പാട്ട് എന്തായാലും നല്ല പാട്ടാ. അപ്പോൾ അത് പ്രത്യേകിച്ചും കോഴിക്കോട് മുഹമ്മദ് റാഫിയുടെ പാട്ട് മര്യാദയ്ക്ക് പാടിയാൽ നല്ലോണം കൈയടി കിട്ടും, മര്യാദയ്ക്ക് പാടിയില്ലെങ്കിൽ കൂവി നശിപ്പിക്കും. കാരണം അവിടെ റഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ് കോഴിക്കോട്. അപ്പോൾ അന്ന്
അന്ന് ഞാൻ ഇതും പിന്നെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ ഈ 2 പാട്ട് ഞാൻ പാടി. അപ്പോൾ ഇതിന് ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. എനിക്കിവിടെ ജനങ്ങൾ ഒരു ആക്ടർ എന്നുള്ള ഞാൻ BA മ്യൂസിക് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർ അയ്യോ ഒരു ആക്ടർ ഇത്രയും നന്നായി പാടുന്നല്ലോ. അപ്പോൾ ഭയങ്കര കയ്യടി. അപ്പോൾ കയ്യടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശശിയേട്ടനും സീമ ചേച്ചി സ്റ്റേജിൻ്റെ ബില്ലുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത പടത്തിൽ നീ എല്ലാ പാട്ടും പാടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം അത് അത്ര കാരണം സിനിമയിൽ എല്ലാവരും പറയുന്ന ഒരു സംഭവം ഒരു സന്തോഷിപ്പിക്കാനാണ്. പക്ഷേ ശശിയേട്ടൻ ഈണ എന്നുള്ള സിനിമയിൽ കറക്റ്റായിട്ട് അതിൽ 3 പാട്ടും ഞാനാണ് പാടിയിരിക്കുന്നത്. വെള്ളിച്ചില്ലും വീതറി എന്നുള്ള എൻ്റെ ആദ്യത്തെ പാടാം. ശരി ശരി ഓക്കെ 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 ഞാൻ വെള്ളിച്ചില്ലും വീതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം. വേണ്ടി തന്നെ ഞാൻ ഉണ്ടാക്കി തന്നതാ. കുട്ടി ഇത് തണുത്തതല്ലേ? അത് ഞാൻ നല്ല ചൂടുള്ള ചുക്ക് കാപ്പി തന്നു. എന്തായാലും ആ തണുപ്പ് മാറിയേച്ച് കുടിച്ചാൽ തണുപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചേട്ടന് ചൂട് എടുക്കാമോ ഇപ്പൊ? പിന്നെന്താ, പക്ഷെ എടുക്കുന്നതും കഴിക്കുന്നതും കൊള്ളാം. ചേച്ചി ജീവിതത്തിലോട്ട് വന്നത് പറഞ്ഞില്ല എന്തായാലും 10-29 വയസ്സായില്ല. അതൊക്കെ മെല്ലെ പറയാം. 29 കൊല്ലായി വയസ്സാണ്. 29 കൊല്ലമായി. ചേച്ചി അതൊന്ന് പറഞ്ഞേ ആ വഴി. ചേച്ചി പറയട്ടെ, ഞാനിപ്പോ വായ ഇട്ട് അടിച്ചടിച്ചടിച്ചു. ഞാനേ എത്ര നേരം കൊണ്ട് ചോദിച്ചു, പറഞ്ഞില്ലല്ലോ. ഇനി ചേച്ചി പറഞ്ഞു. അല്ല, അല്ലെങ്കിൽ വരുന്നതിന് മുമ്പേ പറഞ്ഞു എൻ്റെ അടുത്തും പറയുന്നത് നല്ല പാചകമാണ് മറ്റേ ആനിയുടെ. ഞാൻ പറഞ്ഞു പാചകം മാത്രമല്ല വാചകമാണെന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. പക്ഷെ ചേട്ടന് കഴിക്കാൻ സമയം തരാട്ടോ. ഇത് വെജ് അല്ലേ? പിന്നെ എനിക്ക് വെജല്ലാതെ പറ്റില്ല. അങ്ങനെയാണോ അവിടെ കോലത്തിന്റെ അല്ലേ? എന്റെ സിസ്റ്റർ കോളേജ് ഹോസ്റ്റലിൽ പോകുമ്പോ കഴിച്ചു. എന്റെ അച്ഛൻ കഴിക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ വീട്ടില് പരീക്ഷിച്ചെടുത്തതാ ചേച്ചി. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടില്ല. എന്റെ തന്നെ സ്വന്തം പേരായിട്ടേക്കുന്നത്. നന്നായിണ്ടാ? ഗംഭീരമായിട്ട് അസലായിട്ടുണ്ട്. ചേച്ചി അവിടെ കഴിക്കുന്ന സമയം ചേച്ചിയെങ്കിലും ഒന്ന് പറയൂ, കണ്ടുമുട്ടിയതൊന്ന് പറയൂ. പറഞ്ഞ് നമുക്ക് എനിക്കാണെങ്കിൽ അത് പറഞ്ഞു ഞാൻ വേറെ ഞാൻ കേക്കട്ടെ. ഞാൻ കുറെ TV ചാനലിൽ പറഞ്ഞു ഞാൻ ഈ കഥയൊന്ന് മാറ്റിയാലോ എന്നാണ് 29 വർഷം കഴിഞ്ഞ് ഇനി മാറ്റരുത്. ഈനാടിലാണ് ഞങ്ങൾ രണ്ടാളും സിനിമയില് IV ശശിയുടെ ആ സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അതിൽ വന്നിട്ട് ശരിക്കും വേറെ ഒരു ആർട്ടിസ്റ്റിനെ അത്ര ഇട്ടിരുന്നത് ഞാൻ പിന്നെ അറിയുന്നത്. അപ്പോൾ ഞാൻ വന്ന ശേഷം അറിഞ്ഞത് അവരും ഡേറ്റ് എന്തോ ക്രാഷ് ആണോ എന്താണെന്നറിയില്ല. റോളിന് സൂട്ട് ആയില്ലേ എന്തോ എനിക്കറിയില്ല. ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിൽ ശശിയേട്ടനാണ് നമ്മുടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിചയപ്പെടുത്താണ് കൃഷ്ണേന്ദ്രനെ. ഇങ്ങനെ പാട്ടുകാരനാണ്, നടനുമാണ്, വനിതയുടെ കൂടെ കൃഷ്ണേന്ദ്രനാണ് അഭിനയിക്കാൻ പോകണമെന്ന്. അപ്പോൾ കൃഷ്ണേന്ദ്രൻ്റെ അടുത്ത് എന്നെക്കുറിച്ചും പറയണം. അങ്ങനെയാണ് ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ ആവുന്നത്. അത് കഴിഞ്ഞ് ഷോർട്ടിൽ ശശിയേട്ടനെ ഒരു പ്രാവശ്യം കൂടി പരിചയപ്പെടുത്തി. ഇവൻ അസലായി പാടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ ആദ്യം എടുത്തത് കുറച്ച് മോണ്ടേജസ് ആണ്. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ശശിയേട്ടൻ 1-2 ദിവസം കഴിഞ്ഞു. പിന്നെ ശശിയേട്ടൻ ചോദിച്ചു, കൃഷ്ണേന്ദ്രൻ പാടി. എനിക്കപ്പം മലയാളം അത്ര ഫ്ലൂയൻ്റ് അല്ല. ഇപ്പൊ ബെറ്റർ ആണല്ലോ ഞാൻ. ഇപ്പൊ ഞാൻ ബെറ്റർ അല്ല. പിന്നെന്താ ഇപ്പൊ ഞാൻ ഡബ് ചെയ്യാൻ പോവാ. ഭീഷണി വരുന്നുണ്ട്. ഇത്രയും ഭേദമായി. അതന്നെ. അപ്പോ പാടി കേട്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, പാടി കേക്കൂ പറഞ്ഞിട്ട് അന്ന് പാടിയ പാട്ട് പാട് മലയാളം പാട്ടായിരുന്നു അത്. പാരിജാതം തിരുമിഴി തുറന്നു നീലോൽപലമേ നീ മാത്രമെന്തിനുറങ്ങി എന്നുള്ള പാട്ടാണ്. അർത്ഥമൊന്നും അറിയില്ല, പക്ഷെ പാട്ട് അതെ ആസ്വദിച്ചു.
അപ്പൊ പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരു 7-8 ദിവസമാണ് ഞങ്ങൾക്ക് വർക്ക് അതിൽ. ഞങ്ങൾ ഒരു പോർഷൻ സിനിമയ്ക്കൊക്കെ പോയി ഞങ്ങൾ ഒരുമിച്ച് കേട്ടോ. ഷൂട്ടിങ്ങിന്റെ ഇടയിൽ രതീഷ് ഏട്ടനുണ്ട് കൂടെ, വനിതയുടെ അമ്മയുണ്ട്, ഞാനുണ്ട്. മൂന്നാം പിറ എന്ന് പറഞ്ഞിട്ട് കമലാസ്, അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് കാണുന്നത്. അപ്പൊ അതില് ഞങ്ങൾ എങ്ങനെയാ അടുത്തടുത്ത സീറ്റിലാണ് ഇരുന്നത്. അടുത്തടുത്ത സീറ്റിൽ വേറൊരു ഇന്റർവ്യൂവിൽ എന്നെ കൊല വിളിച്ചതാണ് ഈ കാര്യം. ഞാൻ അത് പറയിപ്പിക്കണ്ട. അല്ലാതെ എനിക്ക് ധൈര്യമായിട്ട് പറയാം. അടുത്തിരുന്നിട്ട് അന്ന് ഇങ്ങനെ ഇന്റർവെൽ കഴിയുന്ന മുമ്പ് ഇങ്ങനെ കൈ പിടിച്ചു. എന്താ അത് പറയാൻ മടി? അവൾക്കൊക്കെ അറിയാം. അവർക്ക് ഇപ്പൊ വാട്സാപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞാലേ ഉള്ളൂ. അതപ്പോ ഉണ്ടായിരുന്നു, നല്ല പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല ചേച്ചി, ഞാൻ കാര്യം, ഇപ്പൊ ഈ സിനിമയ്ക്ക് പോയപ്പോ നിങ്ങൾ തമ്മിൽ ഇഷ്ടാന്നൊന്നും പറഞ്ഞില്ല ആ സമയത്ത്? മുറിയിലാണ് നമ്മള് ഒരു അല്ല, അങ്ങനത്തെ മുറിയല്ല, ഷൂട്ടിംഗ് സ്ഥലത്ത് നമുക്കൊരു മുറി തരില്ലേ, അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ ഷോട്ട് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ ലൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി നമ്മൾ തമ്മിൽ കുറച്ച് ഇഷ്ടമാവാൻ തുടങ്ങി എന്നുള്ളത്. എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഇഷ്ടമായിട്ടുണ്ട് കൃഷ്ണേന്ദ്രനെ, അച്ഛനോട് സംസാരിച്ചു എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്. അല്ല, വീട്ടിലല്ലെങ്കിലേ കുറച്ച് പേടി തന്നെയാണല്ലോ പ്രസന്റ് ചെയ്യാൻ. നമുക്ക് 2 ചേച്ചിമാരുണ്ട്, അവരുടെ കല്യാണം കഴിയണം, ഒരു ഏട്ടനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയാണ്ട് ഞാൻ പെട്ടെന്ന് കല്യാണം കഴിച്ച, ഞാൻ ചെറുതാണ്, ഒടുക്കത്തെയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് എന്തായാലും അച്ഛനോട് പോയി സംസാരിക്കാം. ഇപ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു 7-8 ദിവസം കൊണ്ട് നമ്മൾ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, ജീവിതകാലം മുഴുവൻ ജീവിക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ആളെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ചെന്നൈയിലേക്ക് പോകണം. ചെന്നൈയിലേക്ക് പോയിട്ട് ഞാൻ വിചാരിച്ചു അവിടെ വീട്ടിൽ പോയ ഉടനെ എൻ്റെ ബർത്ത്ഡേ വരികയാണ്, March 14th. അപ്പോൾ ഞാൻ ഫെബ്രുവരിയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഫെബ്രുവരി, March 14th എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ കൃഷ്ണേന്ദ്രനെ ഈ ബർത്ത്ഡേക്ക് നമ്മൾ വിളിച്ചാലോ, അപ്പോൾ അച്ഛനെയും കണ്ടാൽ മതിയാവും. അങ്ങനെ ബർത്ത്ഡേക്ക് വിളിച്ചപ്പോൾ കൃഷ്ണേന്ദ്രനും ഈ പ്രഭാകർ പറഞ്ഞിട്ട് പണ്ടൊരു ബേബി സുമതി ഉണ്ടായിരുന്നു, പണ്ടത്തെ 1000 പാദസരങ്ങൾക്ക് പാടുന്ന ഒരു കൊച്ചുകുട്ടിയില്ലേ, അത് വലിയ ശാലിനിയുടെയൊക്കെ പോലെ ആ കാലത്ത് വലിയ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സുമതിയുടെ ബ്രദർ ഒരു പ്രഭാകർ ഉണ്ടായിരുന്നു, അയാൾ തമിഴിലൊക്കെ വലിയ ചൈൽഡ് അവർ വലുതായതിനു ശേഷം അവർ അത്ര ഷൈൻ ചെയ്തിട്ടില്ല. പ്രഭാകർ ഈ നാട്ടിലൊരു ക്യാരക്ടർ. പ്രഭാകറും ഞാനും കൂടിയാണ് ആദ്യമായിട്ട് ഇവിടെ വീട്ടിലേക്ക് പോകുന്നത്, അണ്ണാനഗറിലെ വീട്ടിലേക്ക്. അപ്പോൾ വരുമ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റിന്റെ കാര്യം അറിയണ്ടേ, വളരെ ഞാൻ ഒരു ഭയങ്കര ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ഞാനൊരു നല്ല ഒരു അന്നത്തെ കാലം 1982 ആണെന്ന് ആലോചിക്കാം. നല്ല ഒരു 1000-1500 രൂപയുടെ നല്ല ഒരു ഭയങ്കര ഒരു പെർഫ്യൂം നല്ല പാക്കിംഗ്, മഞ്ഞ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പൊ അച്ഛനും കൂടി ഒരു ഇംപ്രഷൻ വന്നിട്ട് വരുമ്പോ തന്നെ ഈ പയ്യൻ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ ഒരു സെന്റ്. അത് നല്ല സെന്റാണ്, ഗംഭീര സെന്റാണ്. അപ്പൊ അവിടെ ബർമ ബസാർ എന്നൊരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ? ചെന്നൈ ബർമ ബസാറിലെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. 60 രൂപയ്ക്ക് കിട്ടിയ ഒരു കുപ്പി. വേറെ പൈസ വേണ്ട കയ്യിൽ, എത്ര വലിയതൊക്കെ പോയി. ഇംപ്രഷൻ ഇപ്പോഴല്ലേ പോയത്? അല്ല, അതിനുശേഷം ആലോചിച്ച് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അങ്ങനെ അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ അവര് സംസാരിച്ച് വന്നപ്പോ ഇവരുടെ ഫാമിലിയില് ഇവരുടെ അച്ഛന്റെ, അത് പറയൂ. എന്റെ അച്ഛന്റെ ചെറിയച്ഛൻ, അച്ഛന്റെ ബ്രദർ ബേസിക്കലി മഞ്ചേരി, നിലമ്പൂർ അടുത്ത്. നിലമ്പൂർ ഞങ്ങൾ 23 കിലോമീറ്റർ ഉള്ളൂ. അതൊക്കെ പിന്നെ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്. അപ്പം ഞങ്ങളുടെ നിലമ്പൂർ കോവിലകത്ത് എൻ്റെ അമ്മൂമ്മയും മുത്തശ്ശിമാരെയൊക്കെ ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിപ്പിക്കാൻ ഒരു ശാസ്ത്രി മാസ്റ്റർ താമസിച്ചിരുന്നു. അന്നൊക്കെ ഈ സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലല്ലോ. ഈ പഠിപ്പിക്കാൻ താമസിച്ചിരുന്ന ശാസ്ത്രി മാസ്റ്ററുടെ ബ്രദറിന്റെ മകനാണ് വനിതയുടെ അച്ഛൻ. അങ്ങനെ ഒരു കണക്ഷൻ പണ്ട് വലിയ പ്രശ്നങ്ങൾ, സിനിമാ നടി എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായിട്ട്. പിന്നെ എൻ്റെ ചേച്ചിമാരുടെ കല്യാണം കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് 86 നമ്മുടെ കല്യാണമായിരുന്നു. 82 കണ്ടു. 86 May 11th ആയിരുന്നു. 85 ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അടിച്ച് പിരിഞ്ചാലോ. ഇടയ്ക്കിടയ്ക്ക് ചൂടാവും എനിക്കത്. ഒരു ദിവസം അതെ കുറച്ചൊക്കെ ഒച്ച വിട്ടു. ഞാൻ വിചാരിച്ചു
അത് ആമ്പിള്ളേർക്ക് ചേർന്ന കാര്യമല്ല. അല്ലല്ല, സത്യമാണ്. അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര വെട്ടിത്തരായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വന്നിട്ട് ശരിയാവുന്ന ആവില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു ഞാനിങ്ങനെ, കാരണം എന്തെങ്കിലും സ്റ്റില്ലുകളൊക്കെ കാണും. ഞാൻ ആ സമയത്ത് തമിഴിൽ ബിസിയാണ്. അപ്പോൾ വൈജയ് മഹേന്ദ്രൻ്റെ കൂടെ കോമഡി, സുരേഷ് നല്ലൊരു കോമഡിയാണ്. ആ സമയത്ത് കോമഡി ചെയ്യാൻ തുടങ്ങിയൊക്കെ ഒന്ന് പറയണേ ചേച്ചി, എങ്ങനെ കോമഡിയിലേക്ക് ചെയ്തതെന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഫോട്ടോ കണ്ടാൽ എനിക്ക് ദേഷ്യം വരും. കാർത്തികിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ കാണുമ്പോൾ ദേഷ്യം വരും. ഓവർ പൊസസീവ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ നമുക്ക് പിരിയാം. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു മാസം ഫോണിങ് നിർത്തി. ഒരു മാസത്തോളം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു ഇനി ഫോണൊന്നും ചെയ്യില്ല, എനിക്ക് വേണ്ട, ഇപ്പൊ തൽക്കാലം കല്യാണം ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് മനസ്സിന് വിഷമം. എൻ്റെ അമ്മൂമ്മയുണ്ടായിരുന്നു. ഞാൻ അമ്മൂമ്മയുടെ കൂടെ, അമ്മൂമ്മയുടെ സിസ്റ്റർ അവരുടെ വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ അമ്മൂമ്മയും വിചാരിക്കുന്നു എന്താ കുറച്ച് ദിവസമായിട്ട് വനിതയുടെ ഫോണൊന്നും കാണില്ല, കൃഷ്ണേന്ദ്രനും വിളിക്കുന്നൊന്നും കാണില്ല. അങ്ങനെ വനിതയുടെ സിസ്റ്ററും എൻ്റെ അമ്മൂമ്മയും കൂടി സംസാരിച്ചു. ഇവർ തമ്മിൽ എന്താ പ്രശ്നം? അതെ, അങ്ങനെ അവർ തമ്മിൽ രണ്ടാമത് ഞങ്ങളെ ഫോൺ ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് രണ്ടാമത് ശരി ഓക്കെ എന്നാൽ പിന്നെ പോട്ടെ എന്നുള്ള ലൈനിൽ ഞാൻ. പ്രാക്ടിക്കലായിട്ട് വിചാരിക്കാൻ പാടില്ലല്ലോ, ജീവിതം വേറെ. ചേച്ചി ഒരു ആർട്ടിസ്റ്റ്, ചേട്ടൻ ഇത്രയും പാട്ട്. മോളെന്താ, മോക്കെന്താ ഇഷ്ടം? പാടും, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറെ സിനിമകൾ കാണും. അവള് ജോലി എടുക്കാം. അല്ല, ബാംഗ്ലൂർ അടുത്തിറങ്ങിയാണ് മണി കിലുങ്ങാൻ സമയമായി. ചേച്ചി ഇപ്പൊ ചേച്ചി സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞില്ലേ, 29 years നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കും. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കല്യാണം കഴിച്ചിട്ട് ഒത്തിരി പിള്ളേർ ഡൈവേഴ്സ് ആവുന്നുണ്ട്. ആ പിള്ളേർക്ക് ഒരു ബേസിക് ആസ് എ ചേച്ചി എന്ന നിലയ്ക്ക് ചേച്ചിക്ക് ഒരു കൊടുക്കാവുന്ന ഒരു നല്ല അഡ്വൈസ് എന്ന് പറഞ്ഞു. ചേച്ചി ഇപ്പോൾ പറഞ്ഞ നല്ലൊരു വാക്കാ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മുടെ ജീവിതത്തിലോട്ടാണ്. അതിനകത്ത് നമ്മൾ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആ കുട്ടികൾക്ക് വേണ്ടി ചേച്ചി ഒരു നല്ല അഡ്വൈസ്. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് വേണ്ടത് ക്ഷമ. അത് ആർക്കും ഇല്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ, നീ വലുതാണോ ഞാൻ വലുതാണോ, ഈക്വൽ വേണം. ആണും പെണ്ണും ഈക്വൽ ആണെന്നുള്ള ഒരു ഇത് ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് വരുമ്പോഴാണ് ഒരാളെങ്കിലും നമ്മൾ ഒരു ദേഷ്യം വരുന്നു. ഇപ്പം നമ്മൾ രണ്ടാളും ലഹള കൂടുന്നു, സംസാരിക്കാണ്ടിരിക്കണം, ഒരാളെ ഇറങ്ങി വന്ന് സംസാരിച്ചാൽ അവിടെ അല്ല, അതന്നെ എല്ലാം പാവാണ്. അപ്പോൾ ഇറങ്ങി വന്ന് സംസാരിക്കുമ്പോഴേ അവിടെ പിന്നെയും നമ്മുടെ ജീവിതം ഇതാവുള്ളൂ. പക്ഷെ അത് ഒട്ടും ഇല്ലാണ്ടാവണം. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇപ്പം ക്ഷമ പാടില്ല എന്ന് ചിലർ പറയും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഫാമിലി വേണം, നമ്മുടെ ഫാമിലി ഹാപ്പി ആയിരിക്കണം, നമ്മുടെ ഹസ്ബൻഡും നമ്മൾ അത് ഞാൻ വിചാരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് 29 കൊല്ലം എത്താൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈശ്വരൻ്റെ ഒരു പുതിയ തലമുറയ്ക്ക്, പുതിയ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് എൻ്റെ ഉപദേശം ഞാൻ തരാം. നിങ്ങൾ എത്ര പ്രേമിച്ച് നടന്നാലും കല്യാണത്തിന് മുമ്പേ ഒരു ഭയങ്കര അടി ഉണ്ടാക്കുക. കല്യാണത്തിന് മുൻപ് എന്തിനാ അത് അടി ഉണ്ടാക്കണേ? നമ്മൾ ഉണ്ടാക്കിയില്ലേ അടി? അതിനൊരു ഉദാഹരണമുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എനിക്കറിയില്ല നിങ്ങളുടെ എങ്ങനെയായിരുന്നു, ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. മറ്റേ ഈ ലവ് സമയത്ത് നമ്മൾ മൊത്തം പോസിറ്റീവ് അല്ലേ, നമ്മൾ പോസിറ്റീവ് തന്നെയായിരുന്നില്ലേ? അതാ പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് അറിയില്ല. അപ്പോൾ ഈ ഒരു അടി, ഒരു ബഹളം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കറിയാം ഇത് പെശകി. എന്നിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ ശരിയാവില്ല, നമ്മൾ തന്നെ മതി എന്നുള്ളൊരു വിചാരം വരുവാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. ഇല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമുള്ള അടിക്കുള്ള അവസരങ്ങളുണ്ടാവും. ഇത് അതിന് മുമ്പേ അങ്ങ് തീർന്നു കഴിഞ്ഞു. പിന്നെ ചേട്ടാ, ഇതിനകത്ത് എനിക്ക് 2 കാര്യവും മനസ്സിലായി. എന്നാന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞതും പിന്നെയും നമ്മൾ മതി എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേച്ചി പറഞ്ഞെന്തുവാ, നമുക്ക് എൻ്റെ കുടുംബം എനിക്ക് വേണം എന്നൊരു സ്ത്രീ തീരുമാനിക്കുകയാണ് അല്ലേ. അത് മാത്രമേ നമുക്കൊരു അടിസ്ഥാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മൾ ബാക്കി എന്ത് വന്നാലും നമുക്ക് അതൊരു പ്രശ്നമേ ഉള്ളൂ. സത്യം. ഇനിയിപ്പം ചേച്ചിക്കും ചേട്ടനും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ചേച്ചി എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടാ, സ്പെഷ്യൽ ഗിഫ്റ്റ്. ഇതെന്തായാലും ഞാനിപ്പം ഈ പ്രോഗ്രാം ഗംഭീരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആനിക്ക് എന്തെങ്കിലും കൊടുത്തു തന്നെ ആവണമെന്ന് രാവിലെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ. അതെന്താണെന്നറിയാം, ശരിക്കും ചേട്ടാ എനിക്കിത് ഭയങ്കര പ്രഷ്യസ് ആണ്. എൻ്റെ ചേച്ചി എനിക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ആക്രാന്തമുണ്ട്. എന്നാന്നറിയോ, ഇത് പൊട്ടിച്ചു നോക്കുക എന്നുള്ളത്. ഞാൻ നോക്കുക. കാര്യം എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ പ്രേക്ഷകർക്കും എന്താ പറയാ, എന്തോ ഒരു ലണ്ടനിൻ്റെ അടുത്ത് നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുപോയി എന്താണ് ഇത്ര ഒരു വലിയൊരു സംഭവമൊക്കെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നില്ലേ, എത്രയോ കോടിയുടെയൊക്കെ അതുപോലെ ഒരു സംഭവമാണത്. എന്തായാലും ചേച്ചിയെ കാണാൻ പോയ അവസ്ഥ അല്ലല്ലോ ഇത്. മോശമായിട്ടുള്ള അവസ്ഥയല്ല. അത് ഞാനാണേ വാങ്ങിയത്, അവിടെ ഏൽപ്പിച്ചാലേ ഉള്ളൂ പ്രശ്നം. അപ്പൊ ഉറപ്പ് ഇനി അതിനൊട്ടും കണ്ടോ കണ്ടോ
കണ്ട എന്ത് രസമായിട്ടത് ചോദ്യം ചോദിച്ചത്. എന്താ ഇപ്പൊ ചേട്ടൻ ചേച്ചിയെ കാണാൻ പോയപ്പോ ഒന്നുള്ള സാധനം അല്ലല്ലോ എന്ന് ചോദിച്ചു. അത് അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. എനിക്ക് മേല വലിയ ഗിഫ്റ്റ് ആണേ. ഇപ്പൊ തന്നെ ഞാൻ ഇടണ്ടേ എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇട്ടില്ല. ചേട്ടൻ പറഞ്ഞ നല്ല മനസ്സുള്ള വ്യക്തികളാണ്. എന്തായാലും എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ആയത് എനിക്ക് സോ പ്രഷ്യസ്, എനിക്കെന്നല്ല എൻ്റെ പ്രേക്ഷകർക്കും കിട്ടിയ ഫസ്റ്റ് ഗിഫ്റ്റാണ്. ഇവിടെ ചേട്ടനും ചേച്ചിയും വന്ന് ഇത്രയും വിശേഷങ്ങളും എല്ലാ വിശേഷങ്ങളും പറഞ്ഞു അല്ലേ. ചേട്ടൻ്റെ ഫിലിമിലേക്ക് വന്നതും ചേച്ചി വന്നതും ഒക്കെ വിശേഷങ്ങൾ അറിഞ്ഞു. ഇല്ല ഒരു കൂടുതലില്ല. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ചേച്ചി നല്ലൊരു അടിസ്ഥാനവും കൂടിയാണ് കൊടുത്തേക്കുന്നത്. ഇതിനെല്ലാം വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ താങ്ക്സ് പറയുക. എനിക്ക് അതിൽ കൂടുതൽ വാക്കുകളില്ല, താങ്ക്സ് പറയുന്നില്ല, പക്ഷെ എന്നാലും അതൊരു ഫോർമലായിപ്പോയി, പറഞ്ഞേ ഒക്കത്തുള്ളൂ. പിന്നെ എന്നാ പറയുന്നല്ലേ, നമുക്ക് സമയം തികയാതെ പോകുന്നത് നമ്മുടെ കുറ്റമല്ല, നമുക്ക് ഇനിയും വിശേഷങ്ങൾ വേണം. അതുകൊണ്ട് ഹെൽപ്ലെസ് അതിൽ എന്തായാലും കളിയും ചിരിയും ഒക്കെ ആയിട്ട് നമ്മുടെ നേരം പോയതറിഞ്ഞില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ രുചികളുമായി വീണ്ടും കാണാം.